ചിറ്റാരിക്കാലിൽ മലവെള്ളപ്പാച്ചിൽ വായ്ക്കാനം ഭാഗത്താണ് മലവെള്ളപ്പാച്ചിലുണ്ടായത്. കർണാടക ഉൾവനത്തിൽ ഉരുൾപൊട്ടിയതാണ് മലവെള്ളപ്പാച്ചിലിന് കാരണം എന്നാണ് നിഗമനം. രതീഷ് വാസുദേവൻ വിവരങ്ങളുമായി ചേരുകയാണ്. രതീഷ്, ഉരുൾപൊട്ടി എന്നുള്ള വിവരമാണോ ഈ ഒരു സമയത്ത് വരുന്നത്? ഈ മലവെള്ളപ്പാച്ചിലിന്റെ കാരണമായിട്ട് എന്താണ് പറയുന്നത്? പ്രദേശത്തുള്ള ആളുകളൊക്കെ സുരക്ഷിതരാണോ? സ്വാതി, ആളുകളൊക്കെ തന്നെ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് തന്നെയാണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ. ഈ വെള്ളരിക്കുണ്ട് തയ്യേനി ഈ ഭാഗം കർണാടക അതിർത്തി പ്രദേശമാണ്. ഇതിന് അല്പം അകലെ, അതായത് 5 കിലോമീറ്റർ അപ്പുറത്ത് കർണാടക വനങ്ങളാണ്. ഈ ഉൾവനത്തിൽ കനത്ത മഴയെ തുടർന്ന് ഉരുൾപൊട്ടിയതാകാം ഒരുപക്ഷെ ഇത്തരത്തിൽ ഒരു വലിയ മലവെള്ളപ്പാച്ചിലിന് സാധ്യത ഉണ്ടാക്കിയതെന്നാണ് കരുതുന്നത്. എന്തായാലും മണിക്കൂറുകളോളം വലിയ ആശങ്കപ്പെടുത്തുന്ന തരത്തിലായിരുന്നു വലിയ തോതിൽ മലവെള്ളപ്പാച്ചിൽ ഉണ്ടായത്. അത് ആ പ്രദേശത്തെ ആളുകളെ ആകെ ആശങ്കപ്പെടുത്തി. കാരണം ഉരുൾപൊട്ടലാണ് എന്നുൾപ്പെടെ സംശയിച്ചു. പക്ഷേ ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഉൾവനങ്ങളിൽ കനത്ത മഴ പെയ്യുന്നുണ്ട് കർണാടകയിൽ. അത് ആ ഭാഗത്തുണ്ടായ ഒരുപക്ഷെ ആ വനത്തിനകത്ത് ഏതെങ്കിലും തരത്തിൽ ഉരുൾപൊട്ടലുണ്ടായോ എന്നുൾപ്പെടെ പരിശോധിക്കേണ്ടതുണ്ട്. ഇതിൻ്റെ ഭാഗമായി തന്നെയാണ് ഈ പുഴകളിലൊക്കെ തന്നെ സമീപത്ത് കാസർഗോഡെയും കണ്ണൂരിലെയും ഒക്കെ തന്നെ നദികളിൽ വലിയ തോതിൽ ഇപ്പം കാര്യങ്കോട് പുഴയിൽ ഉൾപ്പെടെ ജലനിരപ്പ് ഉയർന്നത് ഈ കർണാടകയിലെ ഈ കുടക് ഭാഗങ്ങളിലെ ഈ ഭാഗങ്ങളിലൊക്കെയുള്ള വനങ്ങളിലെ കനത്ത മഴയാണ്. അവിടെ തന്നെ ഇത്തരത്തിൽ ഉരുൾപൊട്ടൽ ഉണ്ടായോ വനത്തിൽ ഉൾവനങ്ങളിൽ എന്ന സംശയവുമുണ്ട്. ഇത്തരത്തിൽ ആയിരിക്കാം ഇങ്ങനെ ഈ പ്രദേശത്ത് മലവെള്ളപ്പാച്ചിൽ ഉണ്ടായെന്നാണ് കരുതുന്നത്. എന്തായാലും ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിലില്ല. മണിക്കൂറുകളോളം കുത്തിയരിച്ച് വലിയ തോതിലാണ് മലവെള്ളപ്പാച്ചിൽ ഉണ്ടായത്. കൃഷിയിടങ്ങളിലൂടെയും റോഡുകളിലൂടെയും ഒക്കെ തന്നെ വലിയ മഴവെള്ളം കുത്തിയൊലിച്ചു പോയി. ഇപ്പോൾ ചിറ്റാരിക്കൽ ടൗണിൽ ഉൾപ്പെടെ വലിയ മാലിന്യ നിക്ഷേപം, അതായത് മണ്ണ് അടിഞ്ഞ സാഹചര്യം പോലും ഉണ്ട്. എന്തായാലും ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇവിടെ ഇല്ല. ആർക്കും അപകടം ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സ്വാതി. ശരി രതീഷ്.